നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വയോജനങ്ങൾക്കായി ഗ്രേസ് പദ്ധതിയും വാർഡുകളിൽ വയോജന ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതടക്കം വിവിധ പദ്ധതികളുമായി ആലപ്പുഴ നഗരസഭയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ ജോസ് ചെല്ലപ്പനാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ബഡ്ജറ്റിന് ശേഷം ചർച്ചയ്ക്ക് സമയം നൽകിയില്ല എന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ കൗൺസിൽ ഹാളിൽ നടത്തിയ പ്രതിഷേധം ഉന്തിലും തള്ളിലും അവസാനം അറസ്റ്റിലും കലാശിച്ചു. 5 വർഷത്തിനിടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് 900 കോടി രൂപയുടെ പദ്ധതികളെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. പുതുതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുറവൂർ താലൂക്ക് ആശുപത്രി ആരോഗ്യരംഗത്തെ മാറ്റത്തിന്റെ നേർസാക്ഷ്യമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആശുപത്രിക്കായുള്ള പുതിയ മന്ദിരത്തിന്റെയും ട്രോമാ കെയർ സെന്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാർത്തകൾ വിശദമായി. വയോജനങ്ങൾക്കായി ഗ്രേസ് പദ്ധതിയും വാർഡുകളിൽ വയോജന ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതടക്കം വിവിധ പദ്ധതികളുമായി ആലപ്പുഴ നഗരസഭയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷൻ ജോസ് ചെല്ലപ്പനാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നഗരത്തിലെ വയോജനങ്ങൾക്കായി ഗ്രേസ് പദ്ധതിയും എല്ലാ വാർഡിലും വയോജന ക്ലബ്ബുകൾ ഏകീകൃത നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതടക്കം വിവിധ പദ്ധതികളുമായി ആലപ്പുഴ നഗരസഭ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷൻ ജോസ് ചെല്ലപ്പനാണ് 2026-27 വർഷത്തിലേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നഗരത്തിലെ പാടശേഖരങ്ങളുടെ കാർഷിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് കാർഷിക സർവകലാശാലയുടെ സഹായത്തോടെ പഠനം നടത്തും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ പാടശേഖരങ്ങൾ പൂർണ്ണമായും കൃഷിക്ക് ഉപയുക്തമാക്കും. അടുക്കളത്തോട്ടങ്ങൾ വ്യാപിപ്പിക്കും. പാടശേഖരങ്ങളിലേക്ക് എത്തുന്ന തോടുകളിൽ സാനിറ്ററി സെൻസർ സ്ഥാപിച്ച് കൃഷി സുരക്ഷിതമാക്കും. രണ്ടാം വിള നെൽകൃഷി, പുഞ്ച നെൽകൃഷി, വീട്, വിദ്യാലയങ്ങളിലെ പച്ചക്കറി തോട്ടങ്ങൾ എന്നിങ്ങനെ കാർഷിക മേഖലയിലെ ആകെ പ്രവർത്തനങ്ങൾക്കായി 1,10,00,000 രൂപ വകയിരുത്തും. കാർഷിക മേഖല, മൃഗസംരക്ഷണം, മത്സ്യമേഖല, നഗരവികസനം, ആരോഗ്യം, ശുചിത്വം, പാർപ്പിടം, കുടിവെള്ളം, സാമൂഹികക്ഷേമം, വനിതാ വികസനം, പൊതുമരാമത്ത്, ഊർജം, വിദ്യാഭ്യാസം, തൊഴിലുറപ്പ് അടക്കം വ്യത്യസ്തമായ മേഖലയ്ക്ക് മുൻതൂക്കം നൽകി ആകെ 413,39,354 രൂപ വരവും 382,48,90,100 രൂപ ചെലവും 30,90,13,754 രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് ബുധനാഴ്ച രാവിലെ അവതരിപ്പിച്ചത്. നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ, മുനിസിപ്പൽ എഞ്ചിനീയർ ഷിബു നാലപ്പാട്, പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ RS ഗോപകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, പാർലമെന്ററി പാർട്ടി ലീഡർമാർ, കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ ബഡ്ജറ്റ് യോഗത്തിൽ സംബന്ധിച്ചു. ബഡ്ജറ്റിന് ശേഷം ചർച്ചയ്ക്ക് സമയം നൽകിയില്ല എന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ കൗൺസിൽ ഹാളിൽ നടത്തിയ പ്രതിഷേധം ഉന്തിലും തള്ളിലും അവസാനം അറസ്റ്റിലും കലാശിച്ചു. ബഡ്ജറ്റിന് ശേഷം ചർച്ചയ്ക്ക് സമയം നൽകിയില്ല എന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ കൗൺസിൽ ഹാളിൽ നടത്തിയ പ്രതിഷേധം ഉന്തിലും തള്ളിലും അവസാനം അറസ്റ്റിലും കലാശിച്ചു. സാധാരണ ബഡ്ജറ്റിനെ തുടർന്നാണ് ചർച്ച നടത്തുന്നതെന്നും അതിന് അനുവദിക്കണമെന്നും നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ VG വിഷ്ണു ആവശ്യപ്പെട്ടു. എന്നാൽ ബഡ്ജറ്റ് പ്രസംഗം രാവിലെ 11 മണിക്കും തുടർന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ മാത്രമാണ് ചർച്ചയെന്നും നേരത്തെ തന്നെ എല്ലാ കൌൺസിലർമാരെയും രേഖാമൂലം അറിയിച്ചതാണെന്നും നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് കൌൺസിലിനെ അറിയിച്ചു. അതോടെ പ്രതിപക്ഷം ഒന്നടങ്കം ഡയസിന് മുന്നിലേക്കെത്തി മുദ്രാവാക്യം മുഴക്കുകയും ചർച്ചയ്ക്ക് അവസരം നൽകാതെ നഗരസഭാ അധ്യക്ഷയെ പുറത്തേക്കിറക്കില്ല എന്ന നിലപാടെടുത്തു. ഇതോടെ ഭരണപക്ഷവും ബഡ്ജറ്റിന് അനുകൂല മുദ്രാവാക്യം മുഴക്കി ചെയറിനരികിലെത്തിയതോടെ പ്രതിഷേധം ഇരട്ടിയായി. പ്രതിഷേധത്തിനിടയിൽ സഭാ അധ്യക്ഷ കൗൺസിൽ ഹാളിൽ നിന്നും പുറത്തിറങ്ങാൻ ശ്രമിച്ചതോടെ പ്രതിപക്ഷം ഒന്നടങ്കം തടയാൻ ശ്രമിച്ചത് നേരിയ കയ്യാങ്കളിയിൽ അവസാനിച്ചു. പിന്നീട് കൗൺസിൽ ഹാളിൽ നിന്നും നഗരസഭാ അധ്യക്ഷയുടെ ഓഫീസിലേക്ക് കയറിയ അധ്യക്ഷയെയും മറ്റ് UDF അംഗങ്ങളെയും LDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഏറെ നേരം തടഞ്ഞു നിർത്തി. വിവരമറിഞ്ഞെത്തിയ പോലീസുമായി സംസാരിച്ചെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല എന്ന് മാത്രമല്ല
ബലം പ്രയോഗിച്ച് നഗരസഭാ പ്രതിപക്ഷാംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട അവസ്ഥയുമുണ്ടായി. പ്രതിപക്ഷ നേതാവ് വി ജി വിഷ്ണുവിനെ അടക്കം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് LDF വനിതാ കൗൺസിലർമാർ സ്റ്റേഷനിലേക്ക് മാർച്ചും നടത്തി. İnkılap Zindabad! 5 വർഷത്തിനിടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് 900 കോടിയുടെ പദ്ധതികളെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. പുതുതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 5 വർഷത്തിനിടെ മണ്ഡലത്തിൽ 900 കോടി രൂപയുടെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. മണ്ഡലത്തിലെ സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മൂന്നാമത്തെ ബഹുനില മന്ദിരം ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 5 വർഷക്കാലത്തിനിടയിൽ 3 വലിയ ബഹുനില മന്ദിരങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ നല്ല സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി സഹായം ലഭിച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ ധനസഹായം ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനം നമ്മുടെ പട്ടണക്കാട് സ്കൂളിൽ നടന്നത്. മണ്ഡലത്തിലെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന രീതിയിലുള്ള വികസനമാണിപ്പോൾ നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായി ചേർത്തല മണ്ഡലത്തിലെ മുഴുവൻ കൃഷിഭവനുകളെയും ആധുനിക സൗകര്യങ്ങളോടുകൂടി സ്മാർട്ടാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വിക്രമൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സന്ധ്യ ബെന്നി, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CB മോഹൻദാസ്, പഞ്ചായത്ത് അംഗം TD പ്രമോദ്, ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, തുറവൂർ AEO ഹെലൻ കുഞ്ഞുകുഞ്ഞ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുറവൂർ താലൂക്ക് ആശുപത്രി ആരോഗ്യരംഗത്തെ മാറ്റത്തിന്റെ നേർസാക്ഷ്യമാണെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആശുപത്രിക്കായുള്ള പുതിയ മന്ദിരത്തിന്റെയും ട്രോമാ കെയർ സെന്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. 10 വർഷത്തിനിടെ കേരളത്തിന്റെ ആരോഗ്യരംഗത്തുണ്ടായ വൻ കുതിച്ചുചാട്ടത്തിന്റെ മികച്ച ഉദാഹരണമാണ് തുറവൂർ താലൂക്ക് ആശുപത്രി എന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു. മുൻപ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന ഈ ആശുപത്രിയെ കിഫ്ബി വഴി 51 കോടി രൂപ വിനിയോഗിച്ചാണ് സംസ്ഥാനത്തെ തന്നെ മികച്ച ചികിത്സാ കേന്ദ്രങ്ങളിലൊന്നായി സർക്കാർ ഉയർത്തിയതെന്നും മന്ത്രി പറഞ്ഞു. താലൂക്ക് ആശുപത്രി പുതിയ മന്ദിരത്തിന്റെയും ട്രോമാ കെയർ സെന്ററിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ ദലീമ ജോജോ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK രാജേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V വിനീഷ്, മുൻ MP അഡ്വക്കേറ്റ് AM മാരിഫ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു വാവക്കാട്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MN സിമിൽ, VK ഗൗരീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG രാജേശ്വരി, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീദേവി, DMO ഡോക്ടർ ജമുന വർഗീസ്, ഡോക്ടർ VB പിയൂഗ്ന, ചീഫ് എഞ്ചിനീയർ നൌഷാദ്, മറ്റാരോഗ്യ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 10 വർഷം മുമ്പ് തുറവൂർ ആശുപത്രിയുടെ സ്ഥിതി ഉണ്ടായിരുന്നത് അടിസ്ഥാന സൗകര്യമില്ല, ആവശ്യത്തിന് സൗകര്യങ്ങളില്ല, ഒരു ആക്സിഡന്റ് ഉണ്ടാകാതിരിക്കട്ടെ, ദേശീയപാത ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും കേരളത്തിലെ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യം കൊടുക്കുക, ആവശ്യത്തിന് മറ്റ് ക്രമീകരണം കൂടി കൈകൊള്ളുക. പുറക്കാട് പഞ്ചായത്തിലെ തോട്ടപ്പള്ളി നാലുച്ചിറ IHDP നഗറിൽ അംബേദ്കർ ഗ്രാമപദ്ധതിക്ക് തുടക്കമായി. അമ്പലപ്പുഴ MLA ചില പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി പുറക്കാട് പഞ്ചായത്തിലെ തോട്ടപ്പള്ളി നാലുച്ചിറ IHDP നഗറിൽ അംബേദ്കർ ഗ്രാമപദ്ധതിക്ക് തുടക്കമായി. 1 കോടി രൂപ ചെലവിലാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. നഗറിലെ താമസക്കാരായ 25 പട്ടികജാതി വിഭാഗത്തിലുള്ള കുടുംബങ്ങളിൽ 21 വീടുകളുടെ സംരക്ഷണം, പുതിയ നടപ്പാത നിർമ്മാണവും സംരക്ഷണവും
നടപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ്, വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കൽ, തെരുവ് വിളക്ക് എന്നിവയാണ് പദ്ധതിയിൽ നടപ്പാക്കുന്നത്. കേരള പോലീസ് ഹൌസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. അമ്പലപ്പുഴ MLA H. സലാം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ഇനങ്ങൾ അന്ന് പറഞ്ഞതനുസരിച്ച് ഇനങ്ങളാണ് നിശ്ചയിച്ചത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ എന്റെ ബാക്കി തുടർ നടപടിയെല്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. അതനുസരിച്ച് അന്ന് നിർദ്ദേശിച്ച പ്രധാനമായും നമ്മുടെ ഈ യാത്ര വഴിയുടെ ഒരു അസൗകര്യമാണ് പ്രധാനമായിട്ട് എല്ലാവരും പറഞ്ഞത്. ആദ്യം ചെയ്യേണ്ടത് വഴിയാണ് എന്ന് പൊതുവെ പറഞ്ഞു. പിന്നീട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വീടുകളുടെ മെയിൻ്റെനൻസ് പറഞ്ഞു. ഏതാണ്ട് 24 21 അപ്പോൾ അത്രയും വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്തണം എന്ന രീതിക്ക് പറഞ്ഞു. അപ്പൊ ആ നിർദ്ദേശവും നമ്മുടെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാലത്തിന്റെ ഇവിടെയും ഈ ക്ഷേത്രത്തിന്റെ ഇവിടെയും തോന്നുന്നു 2 സ്ഥലത്ത് വെട്ടത്തിന്റെ പ്രശ്നം പറഞ്ഞു. ലൈറ്റ് ആവശ്യമാണെന്ന നിലയിലേക്ക് നിർദ്ദേശിച്ചു. ആ നിർദ്ദേശവും നമ്മുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി. ഈ നിലയിൽ നമ്മുടെ അന്ന് നിങ്ങൾ തന്നെ പൊതുവെ നിർദ്ദേശിക്കപ്പെട്ട ഏതാണ്ട് എല്ലാ കാര്യങ്ങളും 1 കോടി രൂപ അതിന്റെ നികുതി GST നികുതി കഴിച്ചാൽ ബാക്കിയുള്ള പൈസക്കാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതനുസരിച്ചിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ നഗറിൽ ചെയ്യാൻ കഴിയുന്ന നിങ്ങൾ നിർദ്ദേശിച്ച 1, 2, 3, 4 എന്ന് നിങ്ങൾ മുൻഗണന തീരുമാനിച്ചു തന്ന അതേ കാര്യമാണ് പദ്ധതിയായിട്ട് നമ്മളിപ്പോ നിശ്ചയിച്ച്. നാലുചിറ നഗറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് അംഗം സിന്ധു ബേബി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിമി പൊടിയൻ, പട്ടികജാതി വികസന ഓഫീസർ KP പ്രീത, KPHCC ജില്ലാ പ്രോജക്ട് എഞ്ചിനീയർ KM കുഞ്ഞുമോൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ അക്ഷരോന്നതിയുടെ ജില്ലാതല സമാപന സമ്മേളനത്തിന്റെയും പദ്ധതിയുടെ ഭാഗമായി ശേഖരിച്ച പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനവും നടത്തി. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിഭാഷയില്ലാത്തവർക്ക് കുറിച്ച് ആലോചിക്കുകയാണ്. അച്ചടി ഉൾപ്പെടെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു തരത്തിലേക്ക് ഈ ആശയം കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന സ്പേസുകളില്ല എന്നതാണെങ്കിൽ മനുഷ്യൻ ഒരു ശക്തിയുമില്ലാത്ത ഒരു ജീവിയായിട്ട് മാത്രം പരിമിതപ്പെടും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മൂല്യമുള്ളത് എന്ത് എന്നൊന്ന് ചിന്തിച്ചാൽ നമ്മൾ ആർജിക്കുന്ന വിജ്ഞാനമാണ് ഏറ്റവും മൂല്യമുള്ളത്. ഞങ്ങളെല്ലാം ജനപ്രതിനിധികളായിട്ട് ധാരാളം കാര്യങ്ങളാണ് ചെയ്യുന്നത്. കോടികൾ മുടങ്ങിയിട്ടുള്ള വലിയ വികസന പ്രോഗ്രാം ചെയ്യും. പാലങ്ങളെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയോജനങ്ങൾക്കായി ഗ്രേസ് പദ്ധതിയും വാർഡുകളിൽ വയോജന ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതടക്കം വിവിധ പദ്ധതികളുമായി ആലപ്പുഴ നഗരസഭയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ ജോസ് ചെല്ലപ്പനാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ബഡ്ജറ്റിന് ശേഷം ചർച്ചയ്ക്ക് സമയം നൽകിയില്ല എന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ കൗൺസിൽ ഹാളിൽ നടത്തിയ പ്രതിഷേധം ഉന്തിലും തള്ളിലും അവസാനം അറസ്റ്റിലും കലാശിച്ചു. 5 വർഷത്തിനിടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് 900 കോടി രൂപയുടെ പദ്ധതികളെന്ന് കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ്. പുതുതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുറവൂർ താലൂക്ക് ആശുപത്രി ആരോഗ്യരംഗത്തെ മാറ്റത്തിന്റെ നേർസാക്ഷ്യമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആശുപത്രിക്കായുള്ള പുതിയ മന്ദിരത്തിന്റെയും ട്രോമാ കെയർ സെന്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.